ഹലോ എവ്രി വൺ, ഐ ആം കാവ്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഓസോൺ ഡിപ്ലീഷനാണ്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഓസോൺ ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയർ, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫോർമേഷൻ, അതിനുശേഷമാണ് ഡിപ്ലീഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ? A layer of significant proportion of ozone of vital importance is present in the upper stratosphere. It envelops the portion of atmosphere below it. Is called stratospheric ozone layer. അതായത് നമ്മുടെ അപ്പർ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഓസോൺ, അതിൻ്റെ ഒരു ലെയർ പ്രസൻ്റ് ആണ്. അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതിന് താഴെയുള്ള അറ്റ്മോസ്ഫറിക് പോർഷൻസിനെ ഒരു എൻവലപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ്. അതിനെ ഓസോൺ അംബ്രല ഓർ ഓസോൺ ഷീൽഡ് എന്നും പറയാറുണ്ട്. ഈ ഓസോൺ 220 to 330 nm വേവ് ലെങ്ത്തിലുള്ള അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുകയും അതിനെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജനാക്കി മാറ്റുകയും ചെയ്യും. ഇതുള്ളത് കൊണ്ട് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ഹ്യൂമൻ ലൈഫായാലും റേഡിയേഷൻ്റെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നതാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഓസോൺ ലെയർ ഉള്ളത് കൊണ്ട് ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് UV റേസ് മാത്രമാണ് എർത്തിൽ എത്തുന്നത്. ഇങ്ങനെ നടക്കുന്ന UV അബ്സോർപ്ഷൻ പ്രോസസ്സ് കൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ എപ്പോഴും വാമായിട്ടിരിക്കും. ഒരു എക്സോതെർമിക് ഡീകമ്പോസിഷൻ നടക്കുന്നതുകൊണ്ട് എപ്പോഴും ടെമ്പറേച്ചർ വാമായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ എർത്തിലുള്ള തേർമൽ ബാലൻസൊക്കെ മെയിൻറ്റെയിൻഡ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓസോൺ ലെയർ, all UV radiations from the sun would have reached the earth and would have made lower atmosphere too hot for life to exist. ഈ ഓസോൺ ലെയറിൻ്റെ ആബ്സെൻസ് വരുമ്പോൾ എല്ലാ UV റേഡിയേഷൻസും ഡയറക്റ്റായിട്ട് സണ്ണിൽ നിന്ന് എർത്തിലെത്തും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഹോട്ട് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈഫിന് എർത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. UV radiation are capable of causing several detrimental effects, including skin cancer in humans. ഈ UV റേഡിയേഷൻസ് കാരണം പല ഡെട്രിമെൻ്റൽ എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അതിൽ ഒന്നാണ് ഹ്യൂമൻസിലുണ്ടാകുന്ന സ്കിൻ ക്യാൻസർ. ഇനി ഫോർമേഷൻ ഓഫ് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയർ, അതായത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ എന്ന് പറയുന്നത് UV റേഡിയേഷൻസിന് ഡയോക്സിജൻ മോളിക്യൂൾസിൽ, അതായത് ഒട്ടു മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ ഫോം ചെയ്യുന്നത് ഓക്സിജനിൽ നിന്നാണ്. ബീങ് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ, ഈ ഓസോൺ വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജനായിട്ട് തന്നെ മാറാറുണ്ട്. ഒരു പല ഫോട്ടോ കെമിക്കൽ മെക്കാനിസത്തിലൂടെയാണ് അതങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഇങ്ങനെ നടക്കുന്ന ഫോർമേഷനും ഡീകമ്പോസിഷനും തമ്മിലൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷനിലൂടെയാണ് ഓക്സിജൻ ഓസോൺ ആവുന്നതും ഓസോൺ തിരിച്ച് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആവുന്നതും. ഇനി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. ഡിപ്ലീഷൻ നടക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസും നൈട്രജൻ ഓക്സൈഡ്സാണ്. നമ്മുടെ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലൂറോ കാർബൺസും അതുപോലെ മറ്റ് പലതിൽ നിന്നുണ്ടാകുന്ന നൈട്രജൻ ഓക്സൈഡ്സും ഇവരുടെ മൈഗ്രേഷൻ, സ്ട്രാറ്റോസ്ഫിയറിലേക്കുള്ള മൈഗ്രേഷൻ കാരണമാണ് ഓസോൺ ഡാമേജ് ആവാനുള്ള വലിയൊരു റീസൺ. മിഡ് 1980s അന്റാർട്ടിക്കയിലാണ് ആദ്യമായിട്ട് ഓസോൺ ഹോള് ഡിസ്കവർ ആവുന്നത്. അതൊരു 30% റീജിയനും ഡിപ്ലീഷൻ നടന്നിട്ടുണ്ട്. പിന്നീട് ഇതൊരു 1990s ആയപ്പോഴേക്കും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻ 1990s ആർട്ടിക് സ്ട്രാറ്റോസ്ഫിയറിലും ഓസോൺ ഹോൾ വീണിട്ടുണ്ട്. ഏതാണ്ട് 15 to 20% റീജിയനും ഡിപ്ലീഷനിൽ സംഭവിച്ചിട്ടുണ്ട്. Depletion on lower proportions have been discovered of thickly populated European countries, USA as well. യൂറോപ്യൻ കൺട്രീസിൽ USA പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്തും ലോവർ പ്രൊപ്പോർഷനിൽ ഡിപ്ലീഷൻ കാണുന്നുണ്ട്.
ഇതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ നോൺ ടോക്സിക്കും നോൺ ഇൻഫ്ലേമബിളും ആയിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഇതിന് ഫ്രീയോൺസ് എന്നും പറയാറുണ്ട്. ദേ ആർ ഹൈലി സ്റ്റേബിൾ ആൻഡ് ഇനേർട്ട് ഇൻ ദ ട്രോപ്പോസ്ഫിയർ. They slowly diffuses into stratosphere where they generate chlorine radicals due to action of UV light. ഇങ്ങനെ ട്രോപ്പോസ്ഫിയറിൽ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഈ CFC അതുപോലെ നൈട്രജൻ ഓക്സൈഡൊക്കെ ഡിഫ്യൂസ് ചെയ്യും സ്ട്രാറ്റോസ്ഫിയറിലേക്ക്. അവിടെ അവർ ഒരു ക്ലോറിൻ റാഡിക്കൽസ് UV ലൈറ്റുമായിട്ടുള്ള ഒരു ആക്ഷനിൽ ക്ലോറിൻ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. ഇങ്ങനെ വരുന്ന ക്ലോറിൻ റാഡിക്കൽസ് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോണായിട്ട് റിയാക്ട് ചെയ്യും. ഈ ക്ലോറിൻ റാഡിക്കൽസ് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഓസോണിൻ്റെ ബ്രേക്ക് ഡൗണിന് കാരണമാവും. പിന്നെ നൈട്രജൻ ഓക്സൈഡ്സും ഇതുപോലെ ഓക്സിജനായിട്ടും അതുപോലെ ഓസോണായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. ഇങ്ങനെ വരുമ്പോഴും ഓസോണിൻ്റെ ബ്രേക്ക് ഡൗൺ അതൊരു വലിയ കാരണമാവാറുണ്ട്. The supersonic aircrafts discharge large quantities of NO2 in their exhaust gases directly into stratosphere. അതുപോലെ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ് സ്ട്രാറ്റോസ്ഫിയറിൽ ഫ്ലൈ ചെയ്യുന്ന സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സിൽ നിന്ന് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ ഓക്സൈഡും ഇതുപോലെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഡയറക്റ്റായിട്ട് ഡിസ്ചാർജ് ആവാറുണ്ട്. അതുപോലെ ന്യൂക്ലിയർ എക്സ്പോഷനിൽ നിന്നും ലാർജ് എമൗണ്ട് ഓഫ് NO2 ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന NO2s ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കാറുണ്ട്. ദീസ് മേക്ക് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് വിത്ത് ഓസോൺ, കൺവേർട്ടിംഗ് ഇറ്റ് ഇൻറ്റു ഓക്സിജൻ ആൻഡ് കോസസ് ലാർജ് ഡിപ്ലീഷൻ ഓഫ് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ലെയർ. താങ്ക് യു.